പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതവും സാക്ഷ്യവും ഒക്കെ ധാരാളം കേൾക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളവരും ധ്യാനിക്കുന്നവരുമായ ആളുകളാണ് നമ്മളൊക്കെ. മാതാവിനെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവുകയില്ല എന്ന് നമുക്കറിയാം. കാരണം സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ പാപം ചെയ്യാത്തതായി ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നാൽ മറുചോദ്യം ചോദിക്കുന്ന ചിലരുണ്ട്, കന്യകമറിയാം അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടോ? കന്യകമറിയാമും തെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പാപം ചെയ്ത വ്യക്തിയാണെന്നുള്ള ചിന്ത നമുക്കില്ല. എന്നാൽ അതേ നേരത്ത് തന്നെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന മലോത്ഭവ സിദ്ധാന്തം നമ്മൾ അംഗീകരിക്കുന്നില്ല. മറിച്ച് മനുഷ്യകുലത്തിൽ ജനിച്ചതുകൊണ്ട് ടെൻഡൻസി ടു സിൻ, പാപം ചെയ്യാനായിട്ടുള്ള പ്രവണത അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി ഓഫ് സിൻ എന്നുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി കന്യകയിലും ഉണ്ടായിരുന്നു. പക്ഷേ അവൾ, മാതാവിനെക്കുറിച്ച് പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത് മാലിന്യമേൽക്കാത്തവൾ എന്നാണ്. സുറിയാനിയിൽ ലോ മൂമോ എന്നൊരു വാക്കുണ്ട്, യാതൊരു കറയും ഏൽക്കാത്തവളാണ് എന്നുള്ളത്. അങ്ങനെയുള്ള കന്യകയാണ് സർവശക്തൻ അല്ലെങ്കിൽ ദൈവം മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സാൽവേഷൻ ഹിസ്റ്ററി അല്ലെങ്കിൽ രക്ഷാചരിത്രം എന്ന് പറയുന്ന പ്രക്രിയയിലെ മനുഷ്യാവതാരം അഥവാ ഇൻകാർണേഷൻ എന്ന വലിയ ഒരു ദൗത്യ നിർവഹണത്തിനായിട്ട് തയ്യാറെടുത്തപ്പോൾ വചനത്തിന് വേണ്ടിയിരിക്കുന്ന ജഡം സ്വീകരിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത് ഈ മാലിന്യമേൽക്കാത്ത കന്യകയാണ്. അതുകൊണ്ട് അവൾ അന്ത്യം വരെയും മാലിന്യമേൽക്കാത്ത ശരീരത്തോടും ആത്മാവോടും കൂടെ ജീവിച്ച വ്യക്തി തന്നെയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അമലോത്ഭവ സിദ്ധാന്തത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. കാരണം മാതാവും മനുഷ്യകുലത്തിൽ സാധാരണ മാതാപിതാക്കൾക്ക് ജനിച്ച വ്യക്തിയായതുകൊണ്ട് യൂണിവേഴ്സാലിറ്റി ഓഫ് സിൻ അല്ലെങ്കിൽ ടെൻഡൻസി ടു സിൻ എന്ന പ്രക്രിയയ്ക്ക് സാധ്യതയുള്ള ആളായിരുന്നു. എന്നാൽ അതിലവൾ വീണുപോയില്ല. അതുകൊണ്ട് മാലിന്യമേൽക്കാത്തവൾ എന്നുള്ള നല്ല പേര് നേടുകയും ചെയ്തു. മാതാവിനെക്കുറിച്ച് നമ്മുടെ ആരാധനകളിലൊക്കെ പ്രത്യേകിച്ച് സുറിയാനി പിതാക്കന്മാർ ധാരാളം ടൈപ്പോളജീസ് പറയുന്നത് നമുക്കറിയാം. നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. മോശ കണ്ട കത്തുന്ന മുട്ടടപ്പ്, അതുപോലെ തന്നെ മന്ന ഇട്ട് വെച്ച ചെപ്പ്, അല്ലെങ്കിൽ ഗിദെയോൻ്റെ മഞ്ഞ് വീണ പുതപ്പ്, ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ അതേക്കുറിച്ചൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ അടുത്ത സമയത്തായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതാണ്ടൊരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ വന്ന ചില ചിന്തകളാണ് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മാതാവിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേൾക്കുന്നു. പിതാക്കന്മാർ ധാരാളമായിട്ട് മാതാവിനെ ഇത്തരത്തിൽ സദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രീ ഫിഗേഴ്സായിട്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മുടെ ദൈവശാസ്ത്രത്തിൽ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നതിന് പൊതുവെ സുറിയാനി പിതാക്കന്മാർ സ്വീകരിച്ച ഒരു ശൈലിയുണ്ട്. പാശ്ചാത്യ സഭയിൽ പ്രത്യേകിച്ച് 18-ാം നൂറ്റാണ്ട് മുതലൊക്കെയുള്ള ഒരു വ്യാഖ്യാന ശൈലി എന്ന് പറയുന്നത് കുറേക്കൂടെ സോഷ്യോ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയും. വേദപുസ്തക വ്യാഖ്യാന ശൈലി അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഹെർമന്യൂട്ടിക്സ് അത് കുറച്ചുകൂടെ സോഷ്യോ ഹിസ്റ്റോറിക്കലാണ്. എന്ന് പറഞ്ഞാൽ ഒരു വേദവാക്യം എടുത്താൽ അതിൻ്റെ അന്നത്തെ സോഷ്യോളജിക്കൽ കണ്ടീഷൻ എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സെറ്റിങ്സ് എന്താണ്, സെറ്റ്സ് ഇൻ 11 എന്നൊരു വാക്ക് തന്നെ അതേക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് വന്നത്. സോ എ കോണ്ടെക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് എന്ന തരത്തിലാണ് പാശ്ചാത്യ ദൈവശാസ്ത്രജ്ഞരൊക്കെ വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അന്നും ഇന്നും.
എന്നാൽ സുറിയാനി പിതാക്കന്മാർ അങ്ങനെ ഒരു ശൈലി സ്വീകരിച്ചില്ല. സുറിയാനി പിതാക്കന്മാർ കൂടുതലായിട്ടും പറഞ്ഞത് ഇത് രഹസ്യങ്ങളാണ്, വേദപുസ്തക സത്യങ്ങൾ രഹസ്യങ്ങളാണ്. അതുകൊണ്ട് സാധാരണ നമ്മൾ ഒരു ചരിത്ര വസ്തുത പഠിക്കുന്ന ആ ശൈലിയിലോ അല്ലെങ്കിൽ ഒരു സോഷ്യോളജിക്കൽ മെത്തഡോളജിയിലോ ഒന്നും അല്ല പഠിക്കേണ്ടത്, മറിച്ച് ഇതൊരു രഹസ്യം. റോസോ, ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പെസഹായിക്ക് പാടുമല്ലോ, റൊസലി റൊസലി, രഹസ്യം എനിക്കും എൻ്റെ വീട്ടുകാർക്കും എന്നുള്ളത്. എൻ്റെ സുറിയാനി വാക്കാണ് ഈ റോസോ. റോസോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രഹസ്യം എന്നാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ ആരും കാണാതോ കേൾക്കാതോ ചെയ്യുന്ന പ്രവൃത്തി എന്ന അർത്ഥത്തിലല്ല. സംതിങ് ബിയോണ്ട് ഇൻ്റലക്ച്വൽ അനാലിസിസ് ഓർ ലോജിക്കൽ കോംപ്രിഹെൻഷൻ, അതാണ് റോസോ. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ഇൻ്റലക്ച്വൽ അനാലിസിസ് കൊണ്ടോ കണ്ടെത്താൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സൃഷ്ടിയിലുണ്ട്. അതെല്ലാം കൂടെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്താൽ അർത്ഥം കണ്ടെത്താനായിട്ട് ഒക്കെയില്ല. അതുകൊണ്ട് സുറിയാനി പിതാക്കന്മാർ 2-3 മെത്തഡോളജീസ് അല്ലെങ്കിൽ 2-3 രീതിശാസ്ത്രങ്ങൾ സ്വീകരിച്ചു. അതിലൊന്നാണ് റോസോ. ഇതൊരു മിസ്റ്ററിയാണ്, ഇതൊരു രഹസ്യമാണ്. സോ ഇൻ്റലക്ച്വൽ അനാലിസിസ് ഹാസ് നോ റോൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ റിയാലിറ്റി ഓഫ് ദ ഗ്രാൻഡ് മിസ്റ്ററി. രണ്ടാമത് അവർ ചെയ്ത മറ്റൊരു മെത്തഡോളജി, അവർ പോയറ്റിക്കൽ സ്റ്റൈൽ സ്വീകരിച്ചു. നമുക്കറിയാം, അപ്രയമാണെങ്കിലും അതല്ല യാക്കോബ് മൽപ്പാനാണെങ്കിലും ഇങ്ങനെയുള്ള പിതാക്കന്മാരെല്ലാം തന്നെ അവരുടെ പ്രസംഗങ്ങളിൽ കൂടെ അല്ല, അവർ കവിതകൾ അല്ലെങ്കിൽ ഗീതങ്ങൾ രചിച്ചാണ്. ബൗസാകളോ അല്ലെങ്കിൽ മെമ്രാകളോ അല്ലെങ്കിൽ മദറോഷോ എന്നൊക്കെ പറയുന്ന വിവിധ തരത്തിലുള്ള കാവ്യാത്മക ശൈലികളിലൂടെയാണ് ഈ വലിയ സത്യത്തെ അല്ലെങ്കിൽ വലിയ രഹസ്യത്തെ അനാവരണം ചെയ്യുവാനായിട്ട് ശ്രദ്ധിച്ചത്. അത് കവിതകളുടെ ഒരു സവിശേഷതയാണ്. നിങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പോയംസ് പഠിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ കവിതയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർ കണ്ടേക്കാം. ഗദ്യ ശൈലിയിൽ നിന്നും കവിതകൾക്ക് അതിൻ്റേതായിട്ടുള്ള വേറൊരു ശൈലിയാണ്. ഗദ്യം കൊണ്ട് പ്രകടമാക്കാൻ സാധിക്കാത്ത ചില യാഥാർത്ഥ്യങ്ങളെ കാവ്യ ശൈലിയിലൂടെ പ്രകടമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സുറിയാനി പിതാക്കന്മാർ സ്വീകരിച്ച വേറൊരു മെത്തഡോളജി എന്ന് പറയുന്നത് പോയറ്റിക്കൽ സ്റ്റൈൽ എന്നുള്ളതാണ്. മറ്റൊന്ന് പാരഡോക്സിക്കലാണ്. അതായത് പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമെന്ന് തോന്നുന്ന നിലകളിൽ ആശയങ്ങളെ വ്യാഖ്യാനിക്കുവാനായിട്ട് ചില സംഗതികളൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മാതാവിനെക്കുറിച്ച് പറയുന്നിടത്ത് സ്ലേമോൻ്റെ റൂമാൽ, സ്ലേമോൻ്റെ തുവാല എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് യഥാർത്ഥത്തിൽ ശലോമോൻ്റെ കയ്യിൽ അങ്ങനെ ഒരു തുവാല ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് സദൃശ്യവാക്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ്, 14-ാമത്തെ വാക്യമാണോ, ഇങ്ങനെ പറയുന്നുണ്ട്: ഉള്ളം കയ്യിൽ കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കുന്നവനാര്, തൻ്റെ കയ്യിലുള്ള തുവാലയിൽ സമുദ്രത്തിൻ്റെ വെള്ളം ശേഖരിക്കുന്ന ആര് എന്നൊരു പ്രയോഗത്തിൻ്റെ ഒരു റെറ്ററിക്കൽ വേർഷനാണിത്. അത് മാതാവിൻ്റെ മുൻകുറിയായിട്ട് ഒരു ടൈപ്പോളജി അത് ഉപയോഗിക്കുന്നുണ്ട്. പാരഡോക്സ് ആണത്. ഇപ്പം അങ്ങനെ പാരഡോക്സിക്കൽ സ്റ്റൈല് അവിടെ ഉണ്ട്. ഇത് കൂടാതാണ് കൂടുതൽ പിതാക്കന്മാരും ഉപയോഗിച്ചത് ടൈപ്പോളജി എന്ന് പറയുന്നതാണ്. 1-ാം ആദാം, 2-ാം ആദാം, 1-ാം ഹൗവ, 2-ാം ഹൗവ, ഹോറബിൽ കണ്ട കത്തുന്ന ഉൾഹർഫ്, അത് തന്നെയാണ് കന്യകയാണ്. ഇങ്ങനെയുള്ള അത് ഇതാണ് എന്ന നിലയിൽ അതിനെ ഒരു ടൈപ്പോളജിയായി കണ്ടിട്ട് വ്യാഖ്യാനിക്കുന്ന ശൈലി. ഇങ്ങനെ ചുരുക്കത്തിൽ മാതാവിനെക്കുറിച്ച് പറയാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ പിതാക്കന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ അല്ലെങ്കിൽ അതൊരു നല്ല ഭാഗവും നമ്മുടെ ആരാധനകളിൽ പ്രത്യേകിച്ച് നെടലിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച സംഗതി ഇതൊന്നുമല്ല. ഇങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് മാതാവിനെക്കുറിച്ച് ധാരാളം പിതാക്കന്മാരും ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ
സുവിശേഷങ്ങൾ വായിച്ചാൽ മാതാവ് എത്ര നേരം സംസാരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ മാതാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ മാതാവ് എത്ര നേരം തൻ്റെ വാ തുറന്ന് സംസാരിച്ചതായിട്ട് വേദപുസ്തകത്തിൽ നിങ്ങൾ എത്ര തവണ വായിച്ചിട്ടുണ്ട്? ഞാൻ സുവിശേഷങ്ങളെല്ലാം വായിച്ചു നോക്കിയിട്ട് 4 ഒക്കേഷൻസിലെ മാതാവ് എന്തെങ്കിലും പറഞ്ഞതായിട്ട് കാണുന്നുള്ളൂ. 4 ഒക്കേഷൻ. അതിൽ 3 വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ത്തെയും 2-ത്തെയും അധ്യായങ്ങളിലാണ്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഗബ്രിയേൽ മാലാഖയുടെ മാതാവിനോടുള്ള ദൂതും അതിന് പ്രതികരണമായിട്ട് ഇതാ ഞാൻ കണ്ടാലും കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പൂർത്തീകരിക്കപ്പെടുന്ന ആ സംസാരം, ആ ഡയലോഗ് ആദ്യം പറയുന്നുണ്ട്. പുരുഷനെ അറിയാത്തതുകൊണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് അതേക്കുറിച്ച് ലോജിക്കൽ അനാലിസിസ് ഒന്നുമില്ല. ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, നിൻ്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന അബ്സല്യൂട്ട് സറണ്ടർ അവിടെ കാണുന്നുണ്ട്. ഇതാണ് മാതാവിൻ്റെ ആദ്യത്തെ സംസാരം. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 2-മത് അതേ അധ്യായത്തിൻ്റെ തന്നെ ഏതാണ്ട് പകുതി കഴിയുന്നിടത്ത് നമ്മൾ വീണ്ടും കേൾക്കുന്നുണ്ട് മാതാവും എലിശബയും തമ്മിലുള്ള കണ്ടുമുട്ടലും. എലിശബ പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം ഇവിടെ നിന്നുണ്ടായി എന്ന് പറഞ്ഞ നേരത്ത് നമ്മൾ നമ്മുടെ എല്ലാ രാത്രി നമസ്കാരങ്ങളിലും ചൊല്ലുന്ന ഒരു ഭാഗമാണ് മറിയാം പറഞ്ഞത് എന്തെന്നാൽ എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന മാഗ്നിഫിക്കാറ്റ് എന്ന് ഇംഗ്ലീഷിലും അല്ലെങ്കിൽ മാർവോ എന്ന് സുറേനിയയിലൊക്കെ പറയുന്ന മറിയാമിൻ്റെ പാട്ട്. ഇത് 2-മത്തേതാണ്. അതൊരു വലിയ ദൈവശാസ്ത്രമാണ് പറയുന്നത്. അവൻ സിംഹാസനങ്ങളിലിരുന്നവരെ താഴെ തള്ളിയിടുന്നു, വിശക്കുന്നവർക്ക് നന്മകൾ കൊണ്ട് തൃപ്തി വരുത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള വളരെ ആഴമായ വലിയ രഹസ്യങ്ങളെ മാതാവ് അവിടെ പാടുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതും ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ്. ഇതാണ് 2-മത്തേത്. അടുത്തത് കാണുന്നത് 2-ാം അധ്യായത്തിലാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ യെരുശലേം ദേവാലയത്തിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് 3 ദിവസത്തെ വഴി ചെന്നു. അപ്പോഴാണ് മകനെ യേശുവിനെ തിരയുന്നത്. അവിടെ കണ്ടില്ല. ഉടനെ തിരിച്ചു പോയി യെരുശലേമിൽ. അവിടെ ചെന്നപ്പോൾ മകൻ ഇങ്ങനെ പണ്ഡിതന്മാരായ ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ഈ മകനോട് അമ്മ പറയുന്നുണ്ട്, മകനെ നീ എന്താ ഇങ്ങനെ ചെയ്തത്? നിൻ്റെ അപ്പനും ഞാനും എത്ര വിഷമിച്ചെന്നറിയാമോ? ഇതാണ് മാതാവിൻ്റെ 3-മത്തെ സംസാരമായിട്ട് ചേർത്തിരിക്കുന്നത്. ഇനി 4-മതുള്ളത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിലെ കാനാവിലെ വിരുന്ന് ഭവനമാണ്, കല്യാണ ഭവനമാണ്. വീഞ്ഞില്ലാതെ പോയി. അവിടെ 2 ഡയലോഗുണ്ട്. മകനെ ഇവർക്ക് വീഞ്ഞില്ല എന്ന് പുത്രനോട് പറയുന്ന ആ രംഗമുണ്ട്. തുടർന്ന് ഈ പരിചാരകരോട് പറയുന്നു, അവൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്തേ. ഈ 4 ഒക്കേഷൻസാണ്. പിന്നെ വേറെ പിരിഞ്ഞോട്ടുള്ള അധ്യായങ്ങളൊന്നും വായിച്ചില്ല. അവിടെ ഒന്നും മാതാവ് എന്തെങ്കിലും കാൽവറിയിലെ ക്രൂശിൻ്റെ ചുവട്ടിൽ തൻ്റെ ഏകപുത്രൻ്റെ മരണം നേരിൽ കണ്ട് ഹൃദയം അങ്ങനെ പൊട്ടി വിങ്ങി അത് പഴുത്ത് ചോരക്കണങ്ങളായിട്ട് വീഴുന്ന മാതാവിനെ നമ്മളവിടെ കാണുന്നുണ്ട്. പക്ഷേ അന്നേ നമ്മൾ ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിലുണ്ട്, എൻ്റെ മകനെ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു, നിന്നെ ഇവരെന്ത് ചെയ്യുന്നു എന്ന് 3-ാം മണിയുടെ പ്രദക്ഷിണത്തിൽ പ്രാർത്ഥനയുണ്ട്. അത് പിതാക്കന്മാരുടെ ഒരു ധ്യാനത്തിൽ നിന്ന് അവർ രൂപീകരിച്ച ഒരാശയം, മാതാവിൻ്റെ അതൊരു സങ്കല്പവും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നില്ല. ചുരുക്കത്തിൽ കന്യകമറിയാമിനെക്കുറിച്ച് 1000 അല്ല 10,000 പിതാക്കന്മാർ എന്തുമാത്രം വ്യാഖ്യാനങ്ങൾ കൊടുത്തിരിക്കുന്നു. സ്ത്രീകളിൽ ജനിച്ചിട്ടുള്ളവരിലേക്കും ശ്രേഷ്ഠ, മാലിന്യമേൽക്കാത്തവൾ. പക്ഷേ അവൾ 4 സന്ദർഭങ്ങളിലെ
സംസാരിച്ചതായിട്ട് സുവിശേഷത്തിൽ പറയുന്നുള്ളൂ. എന്നാൽ ഒന്നിൽ കൂടുതൽ തവണ, ഒന്നല്ല 3, 4, 5 തവണ ആവർത്തിക്കുന്ന ഒരു വാക്യമുണ്ട്: മറിയയോ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഇതൊരു കോൺട്രഡിക്ഷനാണ്. ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല, പക്ഷേ അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു. പൈതലിനെ കുറിച്ച് പറഞ്ഞ നേരത്താണെങ്കിലും ശീമാൻ പറയുന്നുണ്ട്, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകും. അതിൻ്റെ വിശകലനമൊന്നും ചോദിച്ചില്ല, എന്താണെന്നൊന്നും ചോദിച്ചില്ല, പക്ഷേ എല്ലാ ഹൃദയത്തിൽ അവൾ സംഗ്രഹിച്ചിരുന്നു എന്നതാണ്. അപ്പോൾ ഇതാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു സംഗതി. ഈ മാതാവിനെക്കുറിച്ച് ഇത്രയേറെ പറഞ്ഞിട്ടും ആകെ 4 സന്ദർഭങ്ങളിലാണല്ലോ മാതാവ് സംസാരിച്ചതായിട്ട്, അല്ലെങ്കിൽ തൻ്റെ ഏകപുത്രൻ്റെ ചരിത്രമാണല്ലോ ഈ സുവിശേഷങ്ങളിൽ കാണുന്നത്. അവൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും അത് പറയുന്നിടത്ത് എന്തു പറഞ്ഞാലും ഒരമ്മയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആ അമ്മയെക്കുറിച്ച് പറയാനുണ്ട്. ആ അമ്മ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അതൊന്നും വെളിവാക്കിയില്ല. അതുകൊണ്ട് മാതാവിന് ഇതൊരു മഹാരഹസ്യമായിരുന്നു. ഏത്? തൻ്റെ ഉദരത്തിൽ പറന്ന ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് യാക്കോബ് മൽപ്പാൻ പിന്നീട് ഒരു ബൗസായിൽ എഴുതിയിട്ടുണ്ട്: ദൂതൻ മറിയാം എന്നിവരുടെ ഈ ദിവ്യരഹസ്യം തൂക്കിയിരിപ്പു തരുവിന്മീതെ വിസ്മയകരമായി. മറിയുടെയും ദൂതൻ്റെയും ഇടയിലുള്ള ഈ ദിവ്യരഹസ്യം എന്താണ്? ആ വിശുദ്ധ രഹസ്യം, അത്യുന്നതനായവൻ ഇവളുടെ ഗർഭപാത്രത്തിൽ വന്ന് വസിച്ച് അവളിൽ നിന്ന് ജഡം ധരിക്കുമെന്നുള്ള, അവൻ ലോകത്തെ രക്ഷിക്കുന്ന ഇമ്മാനുവേലാണെന്നുള്ള ആ മഹാരഹസ്യം, അത് റിയലൈസ് ചെയ്യുന്നത് കാണാനാണ് യഥാർത്ഥത്തിൽ ഈ അമ്മ കാത്തിരുന്നത്. അതുകൊണ്ട് കന്യകമറിയാം ഒരുപാട് വാളുകൾ, അസ്ത്രങ്ങൾ ഹൃദയത്തിലൂടെ കടത്തിവിട്ടയാളാണ്, ഒരുപാട് വേദന സഹിച്ചവളാണ്. പക്ഷേ ഷി വാസ് വെയിറ്റിംഗ് until see the death of her only begotten son on the cross. കാൽവറിയിൽ തൻ്റെ ഏകജാതൻ മരിക്കുന്നത് കാണുന്നതുവരെ ആ ദിവ്യ രഹസ്യം ഹൃദയത്തിൽ സൂക്ഷിച്ച്, ആ രഹസ്യം പോലെ തന്നെ പിന്നീട് അവനെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്ന വ്യക്തിത്വമായിരുന്നു എന്നതാണ്. ഇനി നമുക്ക് ഈ 4 മാതാവിൻ്റെ 4 ഈ സംസാരങ്ങളിലേക്ക് ഒന്ന് വരാം. കൊച്ചു ചിന്തകളേ ഉള്ളൂ. ആദ്യത്തേത് മറിയാമും ഗബ്രിയേലും തമ്മിലുള്ള സംഭാഷണമാണ്. അതും വളരെ ചുരുക്കമാണ്. ആദ്യം ഒരു കൗമാരം അങ്ങോട്ട് തീർന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ ന്യായമായ ഒരു സംശയം, പുരുഷനെ അറിയാതെ എങ്ങനെയാണ്, പിന്നെ അത് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നെടലിടും, നീ ഒരു മകനെ പ്രസവിക്കും. നോ മോർ ഫർദർ ക്വസ്റ്റ്യൻ. പിന്നെ ചോദ്യമൊന്നുമില്ല. പിന്നെന്താണ്? അബ്സല്യൂട്ട് സറണ്ടർ. ഈ അബ്സല്യൂട്ട് സറണ്ടർ എന്ന് പറയുന്നത് എങ്ങനെ വരുന്നു? ഓൺ ദ ബേസിസ് ഓഫ് അൺകണ്ടീഷണൽ ഫെയ്ത്ത്. ഇഫ് യു ഹാവ് അൺകണ്ടീഷണൽ ഫെയ്ത്ത്, ദെൻ യു വിൽ ബി ഏബിൾ ടു സറണ്ടർ കംപ്ലീറ്റ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായ സമർപ്പണം സാധ്യമാക്കുന്നത് അൺകണ്ടീഷണൽ ഫെയ്ത്തിലൂടെയാണ്, വിശ്വാസത്തിൻ്റെ തീവ്രതയിലൂടെയാണ്, വ്യവസ്ഥയില്ലാത്ത വിശ്വാസത്തിലൂടെയാണ്. നമുക്ക് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ, അത് എനിക്കും നമുക്ക് സാധാരണക്കാർക്കും എല്ലാവർക്കും സംഭവിക്കുന്നത് എന്താ? ദൈവത്തിൽ വിശ്വാസമുണ്ട്, അല്ലേ? ദൈവം ഉണ്ടെന്നും വിശ്വസിക്കുന്നു, ദൈവത്തിലും വിശ്വാസമുണ്ട്. സാത്താൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഇതാ വ്യത്യാസം. നമ്മളങ്ങനെയല്ല, ദൈവം ഉണ്ടെന്നും വിശ്വസിക്കുന്നു, ദൈവത്തിലും വിശ്വസിക്കുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത്, ഡു വി ഹാവ് അബ്സല്യൂട്ട് ഫെയ്ത്ത്, അൺകണ്ടീഷണൽ ഫെയ്ത്ത്? ഇത് നമുക്ക്
ഒരു നല്ല ശതമാനവും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് പല കാര്യങ്ങൾക്കും നമ്മൾ നമ്മുടേതായിട്ടുള്ള രൂപരേഖകൾ ഉണ്ടാക്കുന്നത്, നമ്മുടേതായിരിക്കുന്ന രൂപരേഖകൾ. കന്യക ഒരിക്കലും തൻ്റേതായിട്ടൊരു ഒരു ഒരു ബ്ലൂ പ്രിൻ്റ് എങ്ങും ഉണ്ടാക്കിയില്ല, ഒരു രൂപരേഖയും ഉണ്ടാക്കിയില്ല. ഈ കാൽവറിയിൽ നടക്കാൻ പോകുന്ന ആ മഹാരഹസ്യത്തിൻ്റെ ആഘോഷം, the great celebration on the cross, which is the death of her son, that is a great celebration. ഒരു വലിയ ഉത്സവമായിരുന്നു അത്. എന്തിൻ്റെ ഉത്സവം? വെളിച്ചത്തിൻ്റെ ഉത്സവം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെളിച്ചം അങ്ങ് വല്ലാതെ പ്രകാശിച്ചത് എവിടാണെന്ന് ചോദിച്ചാൽ കാൽവറിയിലാണ്. അതെങ്ങനെ മനസ്സിലായി? അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ വായിക്കുന്നു, 6 മണി മുതൽ 9 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. നമ്മുടെ പിതാക്കന്മാർ, നമ്മളന്ന് ദുഃഖവെള്ളിയാഴ്ചയുടെ സദറായിൽ വായിക്കുന്നുണ്ട്, സൃഷ്ടാവിൻ്റെ നഗ്നത കാണാൻ വയ്യാഞ്ഞിട്ട് സൂര്യൻ തൻ്റെ കിരണങ്ങളെ പിൻവലിച്ചു വന്നു. ഞാനതിനെ ചോദ്യം ചെയ്യുകയില്ല, പക്ഷേ എൻ്റെ ഭാഷ്യം മറ്റൊരു രീതിയിലാണ്, ഞാനതിനെ കാണുന്ന വേറൊരു രീതിയിലാണ്. കാരണം എന്താണ്? ആരായിരുന്നു ഈ നസറേത്തുകാരൻ? ആരാണ് നസറേത്തുകാരൻ? വചനമാണ്. വചനം ജഡം ധരിച്ചവനാണ്, അല്ലേ? ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനത്തിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ആ വചനമായിരുന്നു വെളിച്ചം. അത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് 1-ാം ദിവസമാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് യഹോവ കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ശരിയല്ലേ? പക്ഷേ അടുത്ത 2-3 വാക്യം കഴിഞ്ഞിട്ട് പറയാണ്, പകൽ പ്രകാശിക്കേണ്ടതിന് സൂര്യനെയും രാത്രി പ്രകാശിക്കേണ്ടതിന് ചന്ദ്രനെയും സൃഷ്ടിച്ചു, സന്ധ്യയായി ഉഷസായി 4-ാം ദിനം. അതായത് സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളെല്ലാം ഉണ്ടായത് 4-ാം ദിനത്തിലാണ്. പക്ഷേ prior to that creation there was light in the universe and it was created by God in the first day itself. 1-ാം ദിനത്തിൽ തന്നെ വെളിച്ചം സൃഷ്ടിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? വെളിച്ചവും പ്രകാശവും രണ്ടും രണ്ടാണ്. ഈ കാണുന്നത് പ്രകാശമാണ്, ഇത് വെളിച്ചമല്ല. കാരണം എന്താണ്? ദിസ് ഇസ് ഫ്രം an external source, electricity. ഇത് എക്സ്റ്റേണൽ സോഴ്സാണ്, അത് പ്രകാശമാണ്. അതുകൊണ്ടാണ് പകൽ പ്രകാശിക്കേണ്ടതിന് സൂര്യൻ. അപ്പോൾ ഈ 1-ാം ദിനത്തിലെ വെളിച്ചത്തിൻ്റെ ഉറവ ആരാണ്? 1-ാം ദിനത്തിലെ വെളിച്ചം എവിടെ നിന്നുണ്ടായി? അവൻ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ദാറ്റ് മീൻസ് ആ വെളിച്ചത്തിനൊരു നല്ല ഇംഗ്ലീഷ് പദം ഇന്നുവരെ ഇല്ല കേട്ടോ. നിങ്ങൾ അമേരിക്കയിൽ ജീവിക്കുന്നവർ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്ക്. വെളിച്ചം എന്ന പദത്തിന് തത്തുല്യമായ ഒരു ഇംഗ്ലീഷ് വാക്ക് ഇതുവരെ ഇല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാവുന്നവർ പറഞ്ഞാൽ, ഞാൻ കുറേ അന്വേഷിച്ചതാണ്, കിട്ടിയിട്ടില്ല. വെളിച്ചം അതിൻ്റെ ഉറവിടം വചനമാണ്. കൽപ്പിച്ചു ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. സോ ദ സോഴ്സ് ഓഫ് വെളിച്ചം ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വെളിച്ചം, എൻ്റെ പാതകൾക്ക് ദീപം. വെളിച്ചം വചനമാണ്, വചനം വെളിച്ചമാണ്. അങ്ങനെയെങ്കിൽ കാൽവറിയിൽ അന്ന് നടന്ന ആ മഹായാഗം അത് വെളിച്ചത്തിൻ്റെ മഹോത്സവമാണ്. സെലിബ്രേഷൻ ഓഫ് വെളിച്ചം, ദ ഗ്രേറ്റ് ഗ്രാൻഡ് സെലിബ്രേഷൻ എവർ സീൻ ഇൻ ദി യൂണിവേഴ്സ്. അതാണ് കാൽവറിയിലെ ഡെത്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കാൽവറിയിൽ ഈ വെളിച്ചത്തിൻ്റെ മഹോത്സവം നടന്നപ്പോൾ അവിടെ മനുഷ്യന് കാണുവാൻ കഴിയാത്ത, നട്ടുച്ചയ്ക്ക് നമുക്കാർക്കെങ്കിലും സൂര്യനെ കാണാൻ പറ്റുമോ? നട്ടുച്ച നേരത്ത് നിങ്ങൾ സൂര്യനെ നോക്കിക്ക്, പെട്ടെന്ന് കണ്ണടയ്ക്കും. അപ്പം നമുക്കെന്താ ഫീൽ ചെയ്യുന്നത്? ഇരുട്ടാണ്, അല്ലേ? അപ്പോൾ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിനെ കാണാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ കണ്ണുകൾക്കാണ് അന്ധത. അതുതന്നെയാണ് അന്ന് ഗോകുൽത്തായിൽ സംഭവിച്ചത്. ഈ വെളിച്ചം അങ്ങനെ പ്രകാശിച്ച് ആ വെളിച്ചത്തിൻ്റെ ആ പ്രഭയിൽ ലോകം മുഴുവൻ ഇങ്ങനെ വല്ലാതായി കഴിഞ്ഞപ്പോൾ സകല മനുഷ്യരുടെയും കണ്ണുകൾ അടഞ്ഞു. ഉടനെയാണ് സൂര്യനവിടെ പോയി
നട്ടുച്ചയ്ക്ക് ഒരു മിന്നാമിനിങ് വന്നാൽ നമ്മൾ ആരെങ്കിലും കാണുമോ? രാത്രിയിൽ മിന്നാമിനിങ് വന്നാൽ നമുക്ക് അതിൻ്റെ ഇരുട്ടത്ത് ആ കുഞ്ഞു വെളിച്ചം കാണാൻ സാധിക്കും. പക്ഷേ നട്ടുച്ച നേരത്ത് ഒരു മിന്നാമിനിങ്ങിനെ നമ്മൾ ആരും കാണുന്നില്ല. അതെങ്ങും ചത്തുപോയിട്ടില്ല. അത് ഏതൊക്കെയോ ഇലയുടെ അടിയിലുണ്ട്. പക്ഷേ മധ്യാഹ്ന സൂര്യൻ്റെ പ്രകാശ തീവ്രതയിൽ ഈ കുഞ്ഞ് മിന്നാമിനിങ്ങിൻ്റെ വെട്ടം ഒന്നുമല്ല. ഇത് തന്നെയാണ് അന്ന് കാൽവറിയിൽ സംഭവിച്ചത്. വെളിച്ചത്തിൻ്റെ മഹോത്സവം അവിടെ നടന്നപ്പോൾ സൂര്യൻ വെറും മിന്നാമിനിങ്ങായി, ചന്ദ്രൻ അതുപോലെ അതിലും താണെ പോയി. അവിടെയുള്ള മനുഷ്യരുടെ എല്ലാം കണ്ണുകൾക്ക് ഇത് കാണാൻ സാധിച്ചില്ല, അന്ധകാരമായി. അത് സുവിശേഷകർ എഴുതി 6 മണി മുതൽ 9 മണി വരെ ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി എന്ന്. ഞാൻ വിശ്വസിക്കുന്നു അത് നമ്മൾ പറയുന്ന ഇരുട്ടല്ല. കാരണം എന്താണ്? ഡാർക്ക്നെസ് ഇസ് എ സിംബൽ ഓഫ് ഈവിൾ അല്ലേ? ലൂസിഫറിനെ കുറിച്ച് പോലും പറയുന്നത് എന്താ? ഡാർക്ക് ഏഞ്ചൽ. അതുകൊണ്ട് കാൽവറിയിൽ വചനം, വെളിച്ചം അങ്ങനെ യാഗമായി നിൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഡാർക്ക്നെസ് വരുമോ? വരികയില്ല. അത് വെളിച്ചം തന്നെയാണ്. ആ വെളിച്ചത്തിൻ്റെ തീവ്രതയിൽ ഉൾക്കൊള്ളാൻ നമ്മുടെ കണ്ണുകൾക്ക് ശേഷിയില്ല. നമ്മുടെ കണ്ണുകളുടെ ഫ്രീക്വൻസി അതിന് പറ്റുന്നതല്ല. അവിടെ സൂര്യൻ വെറും ശോഭ കുറഞ്ഞ പ്രകാശം കുറഞ്ഞ മിന്നാമിനിങ്ങിനെ പോലെ മിന്നിപ്പോയി. അപ്പോൾ ഈ വലിയ രഹസ്യം മനസ്സിലാക്കിയ ആളാരാണ്? കന്യകയാണ്. അതുകൊണ്ടാണ് അതിന് ക്രൂശിൻ്റെ ചുവട്ടിൽ അവൾക്ക് അന്നേരവും ഇരിക്കാൻ സാധിച്ചത്. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ട് ഈ മഹാരഹസ്യത്തെ റിയലൈസ് ചെയ്യാനായിട്ടും സാധിച്ചത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം എന്താണ്? ഹെർ അബ്സല്യൂട്ട് ഫെയ്ത്ത്, അൺകണ്ടീഷണൽ ഫെയ്ത്ത് ആൻഡ് സബ്സിക്വൻറ്റ് സറണ്ടറിങ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മാതാവിനെ അനുസ്മരിക്കുന്ന, മാതാവിൻ്റെ മധ്യസ്ഥത തേടുന്ന നേരത്ത് നമുക്ക് ഉണ്ടാവേണ്ടത്. മാതാവിൻ്റെ ആ വിശുദ്ധിയെ അല്പമൊന്ന് ആർജിക്കാൻ. ഞാൻ വേഗം നിർത്തുകയാണ്. അടുത്തത്, രണ്ടാമത് നമ്മൾ കാണുന്നത് മറിയാമിൻ്റെ പാട്ടാണ്. അത് ഒരു വലിയ റിയലൈസേഷന്. എന്താണ്? സിംഹാസനങ്ങളിലിരിക്കുന്നവരെ അവൻ താഴ്ത്തുന്നു, താഴ്മയുള്ളവരെ അവൻ ഉയർത്തുന്നു. ഇത് വളരെ കർത്താവ് തന്നെ പറഞ്ഞ് വേറൊരു ശൈലിയിൽ, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഇതമ്മ വേറൊരു ശൈലിയിൽ ആദ്യമേ പറഞ്ഞതാണ്. ഇതൊരു വലിയ പ്രമാണമാണ്. ഇത് അർത്ഥവത്തായ ആത്മീയതയെ ഉൾക്കൊള്ളുന്ന മനുഷ്യർക്ക് മാത്രം സാധിക്കുന്ന സംഗതിയാണ്. നമുക്കെല്ലായിടത്തും 1-ാം സ്ഥാനം ആഗ്രഹമുള്ള ആളുകളാണ്. പ്രധാന സ്ഥാനം ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ ഏറിയ പങ്കും. അതിൻ്റെ കാരണം എന്താണ്? നമ്മിൽ നിറയേണ്ട ആത്മീയതയുടെ പരിമളം, ദ സ്വീറ്റ് ഫ്രാഗ്രൻസ് ഓഫ് റിയൽ സ്പിരിച്വൽ, ജെനുവിൻ സ്പിരിച്വൽ ലൈഫ്, ദാറ്റ് ഈസ് ലാക്കിങ്. അത് നമ്മളിൽ കുറയുകയാണ്. നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമുക്ക് വിശ്വാസങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചടങ്ങുകളുണ്ട്, സഭയുണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. ബട്ട് യെറ്റ് സ്റ്റിൽ സംതിങ് ഈസ് ലാക്കിങ് ഇൻ ഈച്ച് വൺ ഓഫ് us. ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് ഈസ്. കന്യകയ്ക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ത്രൂ ഔട്ട് ഹെർ ലൈഫ് ഷി വാസ് ഏബിൾ ടു kept all secrets in her heart. എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ സംഗ്രഹിച്ചതുകൊണ്ട് അവൾ എന്തായി? സഹനം അല്ലേ? മാതാവിനെ പോലെ സഹിച്ചവരാരുമില്ല. സഹനമെന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വൽ വാല്യൂസിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. നമ്മളെ ആരെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞാൽ, നമ്മളെ ആരെങ്കിലും ഒന്ന് പരിഹസിച്ചാൽ, ഒന്ന് വിമർശിച്ചാൽ അതിനെ സഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ എത്ര പുറകിലാണെന്ന് നമ്മൾ ഓർത്ത് നോക്കണം. എത്ര പുറകിലാണ്. അവിടെയാണ് മാതാവിൻ്റെ പ്രസക്തി. അവളെല്ലാം സഹിക്കുകയായിരുന്നു. സഹനം. ആ സഹനം സാധ്യമായത്
ഈ റിയൽ സ്പിരിച്വൽ ഫ്രാഗ്രൻസ് ആണ്. ദാറ്റ്സ് എ റിയലൈസേഷൻ. എന്താണ്? താഴ്മയുള്ളവരെ അവൻ ഉയർത്തും, സിംഹാസനങ്ങളിരിക്കുന്നവരെ താഴെ കൊണ്ടുവരും. ഈ തിരിച്ചറിവ് നമുക്ക് നഷ്ടമാകുന്നിടത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുറവുകൾ വരികയാണ്. അടുത്തത്, ബാലനായ യേശുവിനെ സ്നേഹപൂർവ്വം ശാസിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എനിക്ക് അടുത്ത ചിന്ത, എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് ഈ കാനാവിലെ കല്യാണമാണ്. അതിൽ മകനോട് പറയുന്നു, മകനെ, ഇവർക്ക് വീഞ്ഞില്ല. അത് നമുക്കറിയാം. ആ വീടിനെ കുറിച്ചുള്ള കൺസേൺ നമ്മൾ അതേക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ അതും എടുക്കുന്നില്ല. പക്ഷേ അടുത്ത വാക്യം എനിക്ക് ഭയങ്കര സ്ട്രൈക്കിങ്ങാണ്. അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ചെയ്യണം. ഭയങ്കര ഇഷ്ടം എനിക്ക് ആ വാക്യം. അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യണം. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഈ കാനാവിലെ കല്യാണം എന്നുള്ള ഒരു ചെറിയ ഫ്രെയിമിനകത്താണ് മാതാവിൻ്റെ ഈ വാക്യത്തെ കാണുന്നത്, അല്ലേ? കാനാവിലെ കല്യാണം എന്ന ഒരു കൊച്ചു ഫ്രെയിം, അതാ വേലക്കാരോട് പറഞ്ഞ ഒരു ഉപദേശമായിട്ട് മാത്രമാണ്. പക്ഷേ അതിൻ്റെ ഒരു വൈഡർ സെൻസിൽ എന്താ ആക്ച്വലി അത്? ആ കാനാവിലെ കല്യാണം എന്നുള്ള കൊച്ചു സംഭവം മാറ്റി വെച്ചിട്ട് യു ടേക്ക് ഇറ്റ് ഇൻ എ വൈഡർ സെൻസ്. അതെന്താണ്? That is the advice given to the whole creation. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അവൻ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ സമാധാനമുള്ളവരാകണം. ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം. തർക്കം തീർക്കാൻ ജാതികളുടെ ഇടയിൽ പോകരുത്. ഇതെല്ലാം അവൻ പറഞ്ഞതല്ലേ? മാതാവ് പറയുന്നു, അവൻ പറയുന്നതെന്തോ അത് നിങ്ങൾ അനുസരിക്കുക. പക്ഷേ നമ്മളതിനെ കാനാവിലെ കല്യാണത്തിൽ ആ 4 അല്ലെങ്കിൽ 3 4 പരിചാരകന്മാർക്ക് നൽകിയ ഉപദേശം മാത്രമായിട്ട് വി ആർ ലിമിറ്റിംഗ്. മാതാവിനെ നമ്മൾ ഒതുക്കി നിർത്തിയിരിക്കുക. പക്ഷേ മാതാവിൻ്റെ ആ ഉപദേശമുണ്ടല്ലോ, അതിൽ നിന്ന് വീഴുന്നതാണ് സഭയുടെ ദോഷം. വിട്ടുകൊടുക്കാൻ നമുക്ക് മടിയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ദൈവവചനത്തെ കൂട്ടുപിടിക്കാൻ നമുക്ക് മടിയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതൊന്ന് പരിഹരിക്കുന്നതിന് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവിൻ്റെ ഒരു വാക്കെങ്കിലും കേൾക്കാൻ നമ്മൾ തയ്യാറെടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ പറയുന്നു, നമ്മൾ ക്രിസ്ത്യാനികൾ, നമ്മൾ ആത്മീയതയുള്ളവർ. ക്രൈസ്തവ സഭയുടെ ഇന്നത്തെ പരാജയം, ഞാൻ ആ വാക്ക് പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. നമുക്കൊക്കെ അറിയാം, ക്രിസ്ത്യാനിറ്റി താണോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പരാജയം ക്രിസ്ത്യാനികൾ തന്നെയാണ്. ക്രിസ്തുവിനെ അറിയാത്ത കുറേയേറെ ആളുകൾ സഭയിലുണ്ടെന്നുള്ളതാണ് പ്രശ്നം. ദേ ഹാവ് നോ റിലേഷൻ വിത്ത് ക്രൈസ്റ്റ്. മാതാവ് പറയുന്നു, അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. വാത്സല്യമുള്ളവരെ, അത് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ തന്നെയല്ല, വീഞ്ഞുണ്ടാക്കാൻ തന്നെയല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ അന്ത്യം വരെ സഭയ്ക്ക് നൽകുന്നൊരു മെസ്സേജാണ് കന്യകയുടേത്. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. Then you will realize the meaning of incarnation. Then you will realize the meaning of salvation. Then you will realize the real, genuine humility. ഇതൊന്നും ഇല്ലാതെ പോകുന്നു നമ്മുടെ സഭയിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇടവുകളിലും. എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കന്യക നമുക്കൊരു വെല്ലുവിളിയാണ്. ഷീസ് എ ചാലഞ്ച്. കന്യക വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ കന്യകയെ എന്നും മധ്യസ്ഥയാക്കാനേ നമുക്ക് ആഗ്രഹമുള്ളൂ. എന്തിന്? നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുവാനായിട്ട്. അതുകൊണ്ട് ഈ പെരുന്നാളിൽ എൻ്റെ എളിയ സന്ദേശം, ഡോണ്ട് മേക്ക് ദ വെർജിൻ ആസ് എ മീഡിയേറ്റർ
Rather take her as a challenge. അവളെ വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുക. എന്നിട്ട് അവൾ പറഞ്ഞ വാക്ക് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഇത് ലോകാവസാനം വരെ ഓരോ ക്രിസ്ത്യാനിയോടുമുള്ള അമ്മയുടെ കൽപ്പനയാണ്, നിർദ്ദേശമാണ്. അതനുസരിക്കാൻ നമുക്ക് ശ്രമിക്കാം. സർവശക്തൻ നിങ്ങളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.